ജനങ്ങളെ സേവിക്കുവാൻ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളവർ ജനപ്രിയരാകേണ്ടതാണ്. അങ്ങനെയുള്ളവരുടെ മഹത്വം മരണത്തിനപ്പുറവും ആഘോഷിക്കപ്പെടും. ജനപ്രിയ നേതാവ് എന്ന പ്രയോഗം നാം ഈ അടുത്ത സമയത്ത് വളരെയേറെ കേട്ടിട്ടുള്ള ഒരു പദമാണല്ലോ. നേതൃത്വത്തിലേക്ക് വരുവാൻ ഇഷ്ടമില്ലാത്തവരില്ല. എല്ലാവർക്കും നേതാക്കന്മാരാകണം. എന്നാൽ ജനങ്ങളെ സേവിക്കുവാനെന്ന് പറഞ്ഞ് നേതൃനിരയിലേക്ക് വരുന്നവരിലധികവും ജനപ്രിയരല്ല, ജന അപ്രിയരാകുന്ന കാഴ്ചയാണ് പൊതുവെ നാം കണ്ടുവരുന്നത്. ഇതിൻ്റെ കാരണം എന്താകും? ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം കാര്യസാധ്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നവരാണ് ജനപ്രിയരായവർ. പലരും നേതൃത്വത്തിലേക്ക് വരുവാൻ പരിശ്രമിക്കുന്നത് തന്നെ സ്വന്തം ലാഭത്തിനായിട്ടാണ്, സ്വന്തം കാര്യസാധ്യത്തിന്. പ്രത്യേകിച്ച് ആർക്കും വിധേയപ്പെടാതെ തൻ്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അനീതിയാണ്. എന്നാൽ ജനപ്രിയനായ ഒരു നേതാവ് തൻ്റെ സൗകര്യങ്ങളെയും അസൗകര്യങ്ങളെയും ഒക്കെ അവഗണിച്ച് ത്യാഗപൂർവം തന്നെ എതിർക്കുന്നവരെ പോലും സഹായിക്കുന്നവനാകും. ഇന്നു മുതൽ നമ്മുടെ പഠനത്തിൽ ഒരു ജനപ്രിയ നായകനെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുകയാണ്. മറ്റാരുമല്ല, നെഹമ്യാവ്. 70 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ബാബിലോന്യ അടിമത്തത്തിൽ നിന്നും മോചിതരായത് പേർഷ്യൻ രാജാവായിരുന്ന കോരശ് ഭരണം ഏറ്റുകഴിഞ്ഞപ്പോഴാകുന്നു. അവർ 3 ഘട്ടങ്ങളായിട്ടാണ് യെരുശലേമിലേക്ക് മടങ്ങിയത്. ദേശാധിപതിയായ സെരുബാബിലിൻ്റെയും മഹാപുരോഹിതനായിരുന്ന യേശുവയുടെയും നേതൃത്വത്തിൽ BC 537 ആദ്യത്തെ കൂട്ടം യെരുശലേമിലേക്ക് മടങ്ങിയത്. ദൈവാലയം പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു അന്ന് ഏതാണ്ട് 50,000-ഓളം വരുന്നതായിട്ടുള്ള ആ ജനം യെരുശലേമിലെത്തിയത്. യെരുശലേമിൽ വന്ന് പണിയൊക്കെ ആരംഭിച്ചു. അധികം താമസിക്കാതെ എതിർപ്പുണ്ടായതിനാൽ അവർ പണി പാതി വഴിക്ക് നിർത്തിവെച്ചു. എന്നാൽ പ്രവാചകന്മാരായ ഹഗായിയും സക്കറിയാവും അവരെ പ്രോത്സാഹിപ്പിച്ച് പണി പുനരാരംഭിച്ചു. ഈ 2 പ്രവാചകന്മാരുടെയും പ്രോത്സാഹനത്തിൻ്റെ ഫലമായി അവർ ബാബേലിൽ നിന്നും വന്ന് 21 വർഷം കഴിഞ്ഞ് BC 516 ദൈവാലയം പ്രതിഷ്ഠിച്ചു. BC 458 എസ്രാ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ രണ്ടാമതൊരു കൂട്ടം യെരുശലേമിലേക്ക് മടങ്ങി വന്നു. എസ്രാ യെരുശലേമിലേക്ക് വന്നു കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു കൂട്ടം പ്രവാസികൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യെരുശലേമിന് ചുറ്റുമുണ്ടായിരുന്ന മതിൽ പണിയുക എന്നതായിരുന്നു നെഹമ്യാവിൻ്റെ ലക്ഷ്യം. നെഹമ്യാവ് പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. നല്ല സ്വാധീനമുണ്ടായിരുന്ന അവൻ തൻ്റെ സൗകര്യങ്ങളെക്കാൾ തൻ്റെ ജനത്തിൻ്റെ അസൗകര്യങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് മുൻഗണന കൊടുത്തു. അതുകൊണ്ട് അവൻ ഒരു ജനപ്രിയ നായകനായി. വളരെ വ്യത്യസ്തമായ ഒരു നേതൃത്വ മാതൃകയായിരുന്നു നെഹമ്യാവിൻ്റേത്. അവനൊരു പ്രായോഗിക മനുഷ്യനായിരുന്നു. ഇറങ്ങിച്ചെന്ന് ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് യഥാർത്ഥ നേതൃത്വത്തിൻ്റെ പ്രമാണങ്ങളാണ്, പാഠങ്ങളാണ്. ദൈവത്തിൻ്റെ വേല ഏൽപ്പിക്കുവാൻ ഒരു വ്യക്തിയിൽ ദൈവം നോക്കുന്ന പ്രത്യേക ഗുണങ്ങൾ നമുക്കൊരുമിച്ച് അത് ചിന്തിക്കണം. നാം എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നേതൃനിരയിലാണ്. അത് മാതാപിതാക്കളാണെങ്കിലും സഭയിലെ ആളുകളാണെങ്കിലും സമൂഹത്തിലെ ആളുകളാണെങ്കിലും നമ്മയൊക്കെ ദൈവം നേതൃത്വത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. നമുക്ക് ജനപ്രിയ നേതാക്കളാകാം. നെഹമ്യാവ് അർത്തഹ്ശഷ്ടാ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇത് വളരെ ഉന്നതമായൊരു സ്ഥാനമായിരുന്നു.
ഇത്ര വലിയൊരു സ്ഥാനത്തായിരുന്നിട്ട് നെഹമ്യാവ് തൻ്റെ ജനങ്ങളെ മറന്നില്ല എന്നതാണ് ഏറ്റവും പ്രോത്സാഹജനകമായൊരു വസ്തുത. യെരുശലേമിനെക്കുറിച്ച് അവൻ്റെ അടുത്തു വന്ന വാർത്ത വളരെ ശോചനീയമായിരുന്നു. അവൻ്റെ ദുഃഖം രാജാവിൻ്റെ മുൻപിൽ മറയ്ക്കുവാൻ നെഹമ്യാവിന് കഴിഞ്ഞില്ല. രാജാവ് അത് മനസ്സിലാക്കി. 100 വർഷത്തോളമായി 50,000-ഓളം യഹൂദന്മാർ യെരുശലേമിലെത്തിയിട്ട്, എന്നാൽ ദേവാലയം പണിതു എന്നതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പട്ടണം ശൂന്യമായി കിടന്നിരുന്നു. അതിൻ്റെ കാരണം അവരുടെ ശത്രുക്കൾ പണി മുടക്കിയിരുന്നു. അർത്തശ്രേഷ്ഠ രാജാവിൻ്റെ രണ്ടാനമ്മയായിരുന്നു എസ്തേർ. അവർ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നുവല്ലോ. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അവൾ ജീവിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. അവളുടെ സ്വാധീനത്താൽ ആയിരിക്കും നെഹമ്യാവിന് ഇത്ര നല്ലൊരു സ്ഥാനം ലഭിച്ചത് തന്നെ. രാജകൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് യെരുശലേമിലേക്ക് പോയി അവിടുത്തെ പണിക്ക് നേതൃത്വം കൊടുക്കുവാൻ നെഹമ്യാവ് ഒരുങ്ങിയത് എത്ര വലിയൊരു ദർശനം ഉണ്ടായിരുന്നിട്ടാണ് എന്ന് മറക്കരുത്. നേതൃത്വത്തെക്കുറിച്ച് നെഹമ്യാവിന് പറയുവാനുള്ള അതേ കാര്യങ്ങളാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ നാം കാണുന്ന ഏതാനും കാര്യങ്ങൾ: 1, മുൻകോപിയായ ഒരു മേലുദ്യോഗസ്ഥനുമായി എങ്ങനെ ബന്ധപ്പെടും. 2, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും വ്യക്തിപരമായ ആസൂത്രണത്തിൻ്റെയും മധ്യേ ഉള്ള സമതുലിത. 3, ഉന്നത സ്ഥാനങ്ങളിലായിരിക്കെ നിരാശയെ എങ്ങനെ കൈകാര്യം ചെയ്യും. 4, രൂക്ഷമായ വിമർശനത്തെ എങ്ങനെ നേരിടും. ഈ പുസ്തകത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നെഹമ്യാവിൻ്റെ സ്ഥാനത്ത് താങ്കളെ കാണാവുന്നതാണ്. അതിമഹത്തായ പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഞാൻ എന്നുള്ള പ്രയോഗത്താൽ ഒരു വായനക്കാരൻ ഉണ്ടാകാവുന്ന തോന്നൽ ഈ പുസ്തകം നെഹമ്യാവ് തന്നെ എഴുതിയതാകുമെന്നത്രേ. അഥവാ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പലരും വിശ്വസിക്കുന്നത് പോലെ എസ്ര ആകുന്ന പക്ഷം താൻ നെഹമ്യാവിൻ്റെ ഡയറിയിൽ നിന്നും പകർത്തിയതാകാം ഈ ഭാഗങ്ങൾ. എസ്രായുടെ പുസ്തകത്തിൽ നാം കണ്ടതുപോലെ ഇതിനകത്തും പകർപ്പുകളും തീർപ്പുകളും വംശാവലികളും മറ്റ് രേഖകളുമൊക്കെയാണ് നാം കാണുന്നത്. 2 പുസ്തകങ്ങളും എഴുതിയത് ഒരേ വ്യക്തിയാണ്. എസ്ര ആയിരിക്കും ആ എഴുത്തുകാരൻ. എബ്രായ കാനോനിൽ ഈ 2 പുസ്തകങ്ങളും ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെഹമ്യാവ് ഒരു ഭരണാധികാരിയും എസ്ര ഒരു പുരോഹിതനും ആയിരുന്നു. എസ്ര ശാസ്ത്രി എന്നാണല്ലോ അറിയപ്പെടുന്നത്. എസ്രായുടെ പുസ്തകത്തിൽ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ യെരുശലേമിൻ്റെ മതിലുകളുടെ പുനർനിർമ്മാണത്തിനും ഊന്നൽ കൊടുത്തിരിക്കുന്നു. എസ്രായുടെ പുസ്തകത്തിൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിൻ്റെ മതപരമായ വശമാണ് പറയുന്നതെങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ മടങ്ങിവരവിൻ്റെ രാഷ്ട്രീയ വശമാണ് സംസാരിക്കുന്നത്. പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒന്നാന്തരം ഒരു പ്രതിനിധിയായാണ് എസ്ര. നെഹമ്യാവ് ഒരു ഒന്നാന്തരം ബിസിനസ്സുകാരൻ്റെ ഉത്തമ ഉദാഹരണം ആകുന്നു. അന്നത്തെ ശക്തനായ പേർഷ്യൻ രാജാവായിരുന്ന അർത്തശ്രേഷ്ഠാവിൻ്റെ കൊട്ടാരത്തിൽ നെഹമ്യാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എങ്കിലും അവൻ്റെ ഹൃദയം യെരുശലേമിലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുക്കലും അവിടുത്തെ ദൈവീക പദ്ധതിയിലുമായിരുന്നു. ഈ പുസ്തകത്തിലെ വ്യക്തിപരമായ കുറിപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു പുസ്തകം തന്നെയാണിത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് വരാറുണ്ട്, ഇതിൽ നിന്നും പ്രസംഗിക്കാറുണ്ട്. എത്ര വലിയ വെല്ലുവിളികളാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നതെന്ന് ഓർക്കണം. കാലക്രമം പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാകുന്നു ഇത്. സമയത്തിൻ്റെ കാര്യത്തിൽ നാം ഈ പുസ്തകത്തിൽ രേഖയുടെ അറ്റത്ത് വന്നിരിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രവുമായി പഴയ നിയമം അല്പം പോലും മുൻപോട്ട് പോകുന്നില്ല. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിന് ശേഷം ഏകദേശം 70 വർഷങ്ങൾ കഴിഞ്ഞാണ് എസ്രാ ചരിത്രം എഴുതുന്നത്. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞു ഒരു ശേഷിപ്പ് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരുന്നു. സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള മടങ്ങിവരവിന് ശേഷം 50 വർഷങ്ങളിലധികം കഴിഞ്ഞാണ് എസ്രായുടെ നേതൃത്വത്തിലുള്ള മടങ്ങിവരവ് നടക്കുന്നത്. എസ്ര വന്നതിന് ശേഷം 15 വർഷങ്ങളോളം കഴിഞ്ഞാണ് നെഹമ്യാവ് വന്നത്. ഇതൊക്കെ ഏകദേശ കണക്കുകളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രവാസത്തിന് ശേഷമുള്ള ഇസ്രായേൽ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ കാണിക്കുവാനാണ് ഇവ നൽകിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചക്കാലം ഈ ചിത്രത്തിൽ സാധാരണയായും യുക്തിയുക്തമായും എങ്ങനെ യോജിക്കും എന്ന് കാണുവാൻ ഇത് നമ്മെ സഹായിക്കും. ദാനിയേലിലെ 70 ആഴ്ചക്കാലം നെഹമ്യാവിൻ്റെ പുസ്തകത്തോടെയാണ് ആരംഭിക്കുന്നത്, അല്ലാതെ എസ്രായുടെ പുസ്തകത്തോടെയല്ല. ദാനിയേൽ 9:25 നാം വായിക്കുന്നത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ
7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നെഹമ്യാവിൻ്റെ പുസ്തകത്തിലാണ് നാം കാണുവാൻ പോകുന്നത്. ഇവിടെ നാം കാണുന്നത് ചുരുക്കം വാക്കുകളും വളരെയേറെ പ്രവൃത്തിയും ഉള്ളതായ ഒരു മനുഷ്യനെയാണ്. അതെ, അതുതന്നെയാണ് ഒരു നേതാവിൻ്റെ സവിശേഷത. ഒരു നേതാവ് മഹാനായ വ്യക്തി ആയിരിക്കണമെന്നില്ല, പിന്നെയോ വെറും സാധാരണക്കാരൻ, എന്നാൽ അത്യന്തം പ്രചോദിതനായ വ്യക്തി. മനസ്സിലായല്ലോ, അവൻ്റെ ഉത്സാഹത്തിന് അതിരില്ല. അതെ, നേതൃത്വത്തിനായി ദൈവം വിളിക്കുന്ന ഒരു വെറും സാധാരണക്കാരനായ വ്യക്തിയുടെ മേൽ അവൻ തൻ്റെ കരങ്ങൾ വയ്ക്കുമ്പോൾ അത് ആരായിരുന്നാലും അവന് ദൈവം പർവ്വതസമാനമായ കഴിവുകൾ നൽകും. അത് താങ്കൾക്കും എനിക്കും ആകാം. ദൈവമാണ് നേതാക്കന്മാരെ ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത്. വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിനു വേണ്ടി വലിയ പ്രവർത്തനം ചെയ്യുവാൻ അവൻ പ്രചോദിതനായി. തൻ്റെ ജനത്തെ നയിച്ച വ്യക്തിയെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 3 വിധത്തിൽ നാം കാണുന്നു. ആദ്യ ഭാഗത്ത് അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായി കാണപ്പെടുന്നു. ഏകദേശം മധ്യഭാഗത്താകുമ്പോൾ അവൻ മതിൽ പണിയുന്നവനായി കാണുന്നു. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ യെരൂശലേം പട്ടണത്തിൻ്റെയും ചുറ്റുമുള്ള സ്ഥലങ്ങളുടെയും ദേശാധിപതിയായി കാണപ്പെടുന്നു. നമുക്ക് ഈ 3 സ്ഥാനങ്ങളെ ചുരുക്കമായി ഒന്ന് പരിശോധിക്കാം. പാനപാത്രവാഹകൻ. അർത്ഥഗസിഷ്ഠ രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ടാണ് നെഹമ്യാവിനെ നാം കാണുന്നത്. ഒരു പാനപാത്രവാഹകൻ എന്ന് കേൾക്കുമ്പോൾ അത് അത്ര വലിയ സ്ഥാനമായിട്ടൊന്നും നമുക്ക് തോന്നിയെന്ന് വരില്ല. പാത്രം കഴുകുന്ന ഒരുവനെ പോലെയോ ഒരു വെയിറ്ററെ പോലെയോ എന്നതിലുപരി നാം ചിന്തിച്ചെന്നും വരില്ല. എന്നാൽ പാനപാത്രവാഹകൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു. രാജാവ് കുടിക്കുന്നതിന് മുൻപ് വീഞ്ഞ് രുചിക്കുവാനും രാജാവിന് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് അത് രുചി നോക്കുവാനും അധികാരപ്പെട്ട സ്ഥാനത്തായിരുന്നു ഒരു പാനപാത്രവാഹകൻ. ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് പാനപാത്രവാഹകനെയാണ് ആദ്യം ബാധിക്കുന്നത്. ഇങ്ങനൊരു പരിചയം മൂലം പാനപാത്രവാഹകനും രാജാവും തമ്മിൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തൊരു ബന്ധമുണ്ടാകുക സ്വാഭാവികമായിരുന്നു. വാസ്തവത്തിൽ പ്രാചീന കാലത്തെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിരുന്നത് രാജ്ഞി കഴിഞ്ഞാൽ രാജാവിനെ ഏറ്റവും അധികം സ്വാധീനിക്കുവാൻ കഴിഞ്ഞിരുന്ന വ്യക്തി പാനപാത്രവാഹകനായിരുന്നു എന്നത്രേ. അങ്ങനൊരു സ്ഥാനത്തായിരുന്നു ഒരു പാനപാത്രവാഹകൻ. ഒരു പഴയ നിയമ വേദ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഒരു പാനപാത്രവാഹകൻ വളരെ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന ആളും ശാരീരിക സൗന്ദര്യത്തിൽ എടുത്തു പറയത്തക്ക വ്യക്തിയുമായിരുന്നു എന്നത്രേ. അങ്ങനെയുള്ളവരെ മാത്രം തിരഞ്ഞെടുത്തിരുന്നുള്ളൂ. അവൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ രഹസ്യ സ്വഭാവം മൂലവും രാജസന്നിധിയിൽ നിരന്തരമായി നിന്നിരുന്നത് മൂലവും അവൻ വലിയ ഒരു സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. പല പാനപാത്രവാഹകന്മാരും തങ്ങളുടെ സ്ഥാനത്തെ മുതലെടുക്കുമായിരുന്നു. രാജാവിന് അടുത്ത ആലോചന പറയുന്നവരായിരുന്നു ഈ പാനപാത്രവാഹകന്മാർ. നെഹമ്യാവ് അർത്ഥഗസിഷ്ഠ രാജാവുമായി അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ അവൻ്റെ ഹൃദയത്തിലൊരു ഭാരമുണ്ടായിരുന്നു. രാഷ്ട്രീയമായ ഒരു കാര്യം അവന് സാധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് അവൻ കേട്ടപ്പോൾ ദൈവം തന്നോട് പറയുന്നതായി നെഹമ്യാവ് കേട്ടത്, ആ മതിൽ പണിയുന്നവർക്ക് നേതാവായിരിക്കുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ മനുഷ്യൻ നീയാകുന്നു എന്നത്രേ. തൻ്റെ സ്വാധീനമോർത്ത് രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ശുപാർശ ചെയ്യുന്നതിന് പകരം നെഹമ്യാവ് നടത്തിപ്പിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പുസ്തകം മുഴുവൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. 2-ാം അധ്യായം 11-ാം വാക്യം മുതൽ നാം നെഹമ്യാവിനെ ഒരു പണിക്കാരനായിട്ടാണ് കാണുന്നത്. അവൻ അതിൽ വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്ന് കാണുന്നു. പ്രതികൂലങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നിട്ടും പരിമിതികൾ ഒട്ടനേകമുണ്ടായിരുന്നിട്ടും നെഹമ്യാവ് തൻ്റെ പണിയിൽ മുന്നേറി. അവൻ ആ കാര്യത്തിൽ കൃതാർത്ഥനായി. ഒടുവിലായി നെഹമ്യാവിനെ ഒരു ദേശാധിപതിയായിട്ടാണ് നാം കാണുന്നത്. അവൻ വളരെ വ്യക്തമായി ചിന്തിച്ചിരുന്ന ഒരു നേതാവായി അവൻ തൻ്റെ ജോലികൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിർവഹിച്ചു. ജനങ്ങളെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിക്കുന്ന ആളുകളെ അവൻ ഭരണമേൽപ്പിച്ചു. അതെ സുഹൃത്തെ, ഈ സംഭവത്തിലൂടെ നമുക്കൊരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. തുറന്നു പറയുമ്പോൾ അവഗണനയാൽ നമ്മുടെ ജീവിതങ്ങളുടെ മതിലുകൾ പലപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അതെ, മതിലുകൾ വീണ്ടും പണിയുവാൻ നമ്മെ സഹായിക്കുന്ന നേതാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പുനർനിർമ്മാണത്തിൻ്റെ പണി നമ്മിൽ തുടരുന്നത് അവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മതിലുകളുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുവാൻ അവൻ ആവുന്നതെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അവൻ പറയുന്നത് എന്തെന്ന് നാം കേട്ടെന്ന് വരില്ല.
കേൾക്കുവാൻ കഴിയാത്തതല്ല, നാം ശ്രദ്ധിക്കാറില്ല. ജീവിതത്തിൻ്റെ മതിൽ തകരുവാൻ തുടങ്ങിയത് വളരെ സാവധാനത്തിലാണ്. ആദ്യം ഒരു ചെറിയ കല്ലിളകി, അതിനുശേഷം ഭിത്തിയിൽ ഒരു പൊട്ടൽ കാണുകയുണ്ടായി. അത് പിന്നീട് അടർന്നു പോകുകയും ഒരു വിള്ളലുണ്ടാകുകയും ചെയ്യുന്നു. വീണ്ടും അവഗണിച്ചതിനാൽ ആ വിള്ളലിലൂടെ ജഡീകത്വത്തിൻ്റെ കള വളരുവാൻ തുടങ്ങി. അങ്ങനെ ശത്രു താങ്കളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തു. താങ്കളെ ഒരു നല്ല വിശ്വാസിയായിട്ടായിരിക്കും എല്ലാവരും അറിയുന്നത്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. താങ്കളുടെ ആത്മീക ജീവിതത്തെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമായുള്ള ആ മതിൽ ഒരുപക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരിക്കും. സ്വാർത്ഥത, അച്ചടക്കമില്ലായ്മ, നീട്ടി വെക്കുക, ദുർനടപ്പ്, ദൈവിക കാര്യങ്ങൾക്ക് സമയമില്ലായ്മ, ദൈവത്തിന് സമയം നൽകാത്തത്, അനുരഞ്ജനം, മറുതലിപ്പ്, അങ്ങനെ പലതും വന്ന് അതിൻ്റെ ദുഷിച്ച വിത്ത് ആ വിള്ളലുകളിൽ വിതറിയിരിക്കുകയാണ്. അവിടെ കളകൾ വളർന്ന് മരണത്തിനായുള്ള ഫലം കായ്ക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. താങ്കളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചൊരു ഗൗരവമായ പരിശോധന നടത്തുക. തൻ്റെ പദ്ധതി താൻ ഭരമേൽക്കുന്നതിനു മുൻപ് നെഹമ്യാവ് അതിനെക്കുറിച്ച് അറിവുള്ളവനും കരുതലുള്ളവനുമായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം 1, വിലയിരുത്തുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകർക്കുമുള്ള ഒരു വലിയ പരാജയം ദൈവത്തെക്കുറിച്ചുള്ള അതിപരിചയമാകും. നാം വളരെ ലാഘവത്തോടെ ദൈവത്തെ സമീപിക്കുന്നു, അവനോട് ഇടപെടും. ആരും പൂർണ്ണരല്ല എന്നൊരു ന്യായവാദവും കൊണ്ടാണ് നാം നടക്കുന്നത്. അതിന് ബലമേകുവാൻ സമൂഹത്തിലെ ഏറ്റവും മോശക്കാരായ ചിലരുടെ ജീവിതം നാം ചൂണ്ടിക്കാണിക്കും. ഞാൻ ഇന്നാരേക്കാളും നല്ലതാണ്, എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ പണ്ടത്തെ ജീവിതത്തേക്കാൾ മെച്ചമാണിന്ന്. എന്നിട്ട് നിർവിചാരികളെ പോലെ നാം പറയും, ഓ, ദൈവത്തിനെല്ലാം മനസ്സിലാകുമല്ലോ. ഇതാകുന്നു സുഹൃത്തെ താങ്കളുടെ മനോഭാവമെങ്കിൽ ശത്രു താങ്കളുടെ കൂടെയാണ് താമസിക്കുന്നത്. താങ്കളുടെ ആത്മീക ജീവിതത്തിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്. നെഹമ്യാവിൻ്റെ കരുതൽ, അവനുള്ള ഭാരം, അവൻ്റെ താല്പര്യം അവനെ മതിലിൻ്റെ പുനർനിർമ്മാണത്തിലേക്ക് നയിച്ചു. അതെ, ആ ദർശനം, അതത്രേ രണ്ടാമത്തെ പടി. നടത്തിപ്പിനും തിരുത്തലിനുമായി അവൻ പ്രാർത്ഥിച്ചു. സുഹൃത്തെ, പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാത്തതുപോലെ താങ്കൾ ധൃതിയിലാണോ? അത് താങ്കളെ ആകെ തകർക്കും. അങ്ങനെ ഒരു ധൃതി കൊണ്ട് താങ്കൾ ഒന്നും നേടുകയില്ല. ദൈവവുമായി സമയം ചെലവഴിക്കാതെ ഒരു ആത്മീക ജീവിതം നയിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. നേരത്തെ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുക. 1 മണിക്കൂർ ഉറക്കം വേണ്ട എന്ന് വെക്കുക. പുനർനിർമ്മാണം എന്നുള്ളത് കഠിന വേലയാണ്. സുസ്ഥിരതയാണ് ഇന്നത്തെ ആവശ്യം. എന്നാൽ അല്പാൽപ്പം പൊട്ടുന്നതിനെ, പൊളിയുന്നതിനെ നാം കാര്യമാക്കുന്നില്ല. അത് വലിയ തകർച്ചയായി പിന്നീട് തീരും എന്ന് നാം അറിയുന്നില്ല. ഒടുവിലായി നെഹമ്യാവ് സാഹചര്യത്തെ നേരിടുകയും പണി പൂർത്തിയാകുന്നത് വരെ അതിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പടി നിരന്തര പരിശ്രമമാകുന്നു. താങ്കളുടെ പാപത്തെ ഓർത്ത് കരയുവാൻ താങ്കൾ തയ്യാറായിരിക്കും. വേറൊരാളോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കുവാനും താങ്കൾ തയ്യാറായിരിക്കും. എന്നാൽ അവിടം കൊണ്ട് നിർത്തുവാൻ അവർ തീരുമാനിച്ചു എന്നതാണ് പരാജയം. അവഗണിക്കപ്പെട്ട ഹൃദയം, പൊട്ടലുകളുള്ള മതിലുകളോടുകൂടിയ ജീവിതം പെട്ടെന്ന് ലോകം അധീനപ്പെടുത്തുകയും ചിന്താക്കുഴപ്പം മാത്രമായിരിക്കുകയും ചെയ്യും. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പുനർനിർമ്മാണം ചെയ്യണം. അക്ഷീണ പരിശ്രമം അതിനാവശ്യമാണ്. ഒരിക്കലും വിട്ടുകളയരുത്. നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനം താങ്കളുടെ ജീവിതത്തെ ഒരു വലിയ ഉത്തരവാദിത്വത്തിനായി നയിക്കുന്നതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ, 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യെരുശലേമിൻ്റെ പുനർനിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിച്ച 3 പേരുണ്ട്. ഒന്നാമതായി സെരുബാബേൽ. രാഷ്ട്രീയ വശത്തെ പ്രതിനിധീകരിച്ച പ്രഭുവായിരുന്നു സെരുബാബുവൽ. രണ്ടാമതായി എസ്ര, അവൻ പുരോഹിതനും വിദഗ്ധ ശാസ്ത്രിയുമായിരുന്നു. ഒടുവിലായി നെഹമ്യാവ്, അവനൊരു ആത്മായ ആളായിരുന്നു. യെരുശലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മാണം ചെയ്യുവാനും ദേവാലയം ശുദ്ധീകരിക്കുവാനും രാജാവിനോ പുരോഹിതനോ പ്രവാചകനോ വാസ്തവത്തിൽ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം നാം ആത്മായക്കാർ എന്ന് പറയുന്ന നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചു.
വാസ്തവത്തിൽ അവന് മതപരമായ ചുമതലകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവനൊരു ഭരണാധികാരിയായിരുന്നു, ഗവർണർ, സാധാരണക്കാരൻ. ഈ ആത്മായക്കാരും വൈദികരും എന്നുള്ള ഇന്നത്തെ വേർതിരിവ് വളരെ നിർഭാഗ്യകരമായ ഒന്നത്രേ. ഈ വിധത്തിലുള്ള തരംതിരിവിനാൽ ഇന്ന് സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നാം കാണുന്നതെന്നറിയാമോ? ഓർക്കണം, ഇതിൽ ഒന്ന് മറ്റേതിൻ്റെ പകുതിയാകുന്നുവെന്ന്. നമുക്ക് രണ്ടും ആവശ്യമാണ്. പള്ളിയിലെ ബെഞ്ചിലിരിക്കുന്ന സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനല്ല ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ശുശ്രൂഷകൻ. പലരും ഈ വൈദികരെയും മറ്റും മനുഷ്യരായി കാണാറില്ല എന്നതാണ് വിചിത്രം. ഭവന സന്ദർശനത്തിനായി ഒരു വീട്ടിലേക്ക് അച്ഛനും 2 കമ്മിറ്റിക്കാരും കൂടി കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ചെറിയ കുട്ടി വിളിച്ചു പറഞ്ഞു, മമ്മി മമ്മി, അച്ഛനും 2 മനുഷ്യരും കൂടി ഇതേ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതെ, സഭാ ശുശ്രൂഷകരെ മനുഷ്യരായി പോലും കാണുവാൻ പലർക്കും സാധിക്കുന്നില്ല. ആത്മായനും വൈദികനും ഒരുപോലെ ദൈവവുമായുള്ള കൂട്ടായ്മയിലാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യെരുശലേമിൻ്റെ മതിലുകൾ വീണ്ടും പണിയുകയും ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തൊരു ആത്മായൻ ഇതാ നെഹമ്യാവ്. ഈ നാളുകളിലും ദൈവം അതുപോലെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ഇന്ന് അനേകം ആത്മായർ സുവിശേഷ പ്രചരണത്തിനായി മുൻപോട്ട് വരുന്നു എന്നുള്ളത് പ്രോത്സാഹജനകം തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പണിയല്ല. ഇന്ന് ഒരു പുനർനിർമ്മാണം ആവശ്യമാണ്. അതിന് നമുക്കിന്ന് ആവശ്യം നെഹമ്യാവിനെ പോലെയുള്ളവരെയാണ്. തങ്ങളുടെ തൊഴിലോടുകൂടി മതിൽ പണിയുവാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ്സിൽ നിന്നും ഒരു അവധിയെടുത്ത് മതിൽ പണിയുവാൻ താല്പര്യപ്പെടുന്നവർ, സാമ്പത്തിക കൈത്താങ്ങലുകൾ തരുവാൻ സന്മനസ്സുള്ളവർ. ഇന്ന് അനേകരും ഈ ദർശനത്തോടെ മുൻപോട്ട് വരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെഹമ്യാവ് ആവശ്യം മനസ്സിലാക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലുമാണ് വിശ്വസിച്ചിരുന്നത്. പണിയെടുക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അവൻ വിശ്വസിച്ചു. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക എന്നോ പണിയെടുക്കുക പ്രാർത്ഥിക്കുക എന്നോ ഉള്ളതായിരുന്നു ഈ മനുഷ്യൻ്റെ സവിശേഷത. അവന് പേർഷ്യയിൽ നല്ല ഒന്നാന്തരം ഒരു ജോലി ഉണ്ടായിരുന്നു. അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. അവൻ നല്ല ധാർമ്മിക മൂല്യങ്ങളുള്ള സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. അവന് വേണമായിരുന്നെങ്കിൽ പേർഷ്യയിൽ തന്നെ താമസിക്കാമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ദൈവത്തിൻ്റെ രേഖകളിൽ കാണുമായിരുന്നില്ല. നാം അവനെക്കുറിച്ച് ഒരിക്കലും കേൾക്കുമായിരുന്നില്ല. നൂറ്റാണ്ടുകളിലൂടെ അവൻ ലോകത്തിനൊരു പ്രചോദനം ആകുമായിരുന്നില്ല. താനായിരിക്കുന്ന സുഖസൗകര്യങ്ങളുടെ പ്രലോഭനത്താലോ മുൻപിൽ കാണുന്ന പ്രതികൂലങ്ങളാലോ ഈ മനുഷ്യന് ദൈവഹിതത്തിൽ നിന്നും അകലെ ആയിരിക്കാമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉപാധി പറഞ്ഞ് ഈ മനുഷ്യന് തൻ്റെ സ്ഥാനത്ത് തന്നെ കഴിയാമായിരുന്നു. നാം പലപ്പോഴും അങ്ങനെ ആകുന്നുവല്ലോ. ഈ മഹാനായ വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ഇവനിൽ കാണുന്ന പ്രത്യേകതകളെ ശ്രദ്ധിക്കണമേ. ഈ സത്യസന്ധനായ ദർശനമുള്ള മഹാനായ മനുഷ്യനെ നമുക്കൊന്ന് അടുത്ത് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 7 അധ്യായങ്ങൾ മതിലുകളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. 8 മുതൽ ബാക്കിയുള്ള അധ്യായങ്ങൾ ഉണർവും നവീകരണവുമാകുന്ന വിഷയം. 1-ാമത്തെ അധ്യായം നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. 1ഉം 2ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം. ഹഖല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ച് നെഹമ്യാവ് സംസാരിക്കുമ്പോൾ അവൻ സൂചിപ്പിക്കുന്നത് ദേശത്തേക്ക് മടങ്ങി വന്ന യഹൂദന്മാരെക്കുറിച്ചാണ്. നെഹമ്യാവിനും വേണമായിരുന്നെങ്കിൽ ദേശത്തേക്ക് മടങ്ങി വരാമായിരുന്നു. എന്നാൽ ഏതോ കാരണത്താൽ അവൻ മടങ്ങി വന്നില്ല. അവൻ അതിനു പകരം ഒരു ജോലി അവിടെ സ്വീകരിച്ചു. ഈ കാരണത്താൽ ഞാൻ നെഹമ്യാവിനെ വിമർശിക്കുന്നില്ല. ദൈവം മനുഷ്യന് ഇതുപോലെ അവസരങ്ങൾ നൽകാറുണ്ട്. ഇതുപോലെ ദൈവം മനുഷ്യരെ ഉപയോഗിക്കാറുണ്ട്. അവൻ നെഹമ്യാവിനെ ഉപയോഗിച്ചു. സമൂഹത്തിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക് ദൈവവേലയോടൊരു വലിയ താല്പര്യമുണ്ടായിരുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അവൻ വളരെയേറെ കരുതൽ ഉള്ളവനായിരുന്നു. ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകതയും ഇതുതന്നെയാണ്, ദൈവിക കാര്യങ്ങളോടുള്ള താല്പര്യം. ഒരു ദിവസം നെഹമ്യാവ് വളരെ ധൃതിയായി കൊട്ടാരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ യെരുശലേമിൽ നിന്നും അടുത്തയിടെ വന്ന ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ ഒരു പക്ഷേ കൊട്ടാരത്തിലേക്ക് ഒരു ദൂതുമായി വരികയായിരുന്നിരിക്കാം. നെഹമ്യാവ് അവനെ നിർത്തിയിട്ട് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ നെഹമ്യാവിന് ലഭിച്ച മറുപടിയാണ് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു.
നെഹമ്യാവിന് ലഭിച്ച വാർത്ത അത്ര നല്ല ഒരു വാർത്തയായിരുന്നില്ല. ഒരു മനോഹരമായ ചിത്രമല്ല ഇവിടെ നാം കാണുന്നത്. ദൈവകാര്യത്തിനും ദൈവജനത്തിനും സംഭവിച്ചിരിക്കുന്ന എത്ര ശോചനീയമായ ഒരു സ്ഥിതി. യഹൂദന്മാർ ആകെ അപമാനിതരാണ്. കാരണം അവർ തോറ്റിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നതിനെ അനുവദിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ഇന്നും അങ്ങനെ സംഭവിക്കുവാൻ അനുവദിച്ചുകൂടാ. എന്നാൽ സ്ഥിതി അതാണ്. നെഹമ്യാവ് ഈ റിപ്പോർട്ടിനാൽ വളരെയധികം ഭാരമുള്ളവനായി. മറുപടിയായി അനേകം കാര്യങ്ങൾ അവന് പറയാമായിരുന്നു. സഹോദരന്മാരെ, ഇത് വളരെ മോശമായ ഒന്നാണ്. ഇതൊക്കെ കേൾക്കുവാൻ ഇടയായതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനേകരും ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയല്ലേ? ഭക്തി നിർഭരമായ വാക്കുകളാൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഒഴിഞ്ഞു പോകുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നെഹമ്യാവ് ഈ വിഷയത്തിൽ ഭാരമുള്ളവനായിരുന്നു എന്നതത്രേ. അവൻ്റെ ഭാരത്തിൻ്റെ തീഷ്ണത കാണിക്കുന്നതാണ് തുടർന്നുള്ള അവൻ്റെ പ്രാർത്ഥന. 4-ാം വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു എന്തെന്നാൽ. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കളുടെ ശ്രദ്ധയെ ഞാൻ ചില കാര്യങ്ങളിലേക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ജനങ്ങളുടെ ദുഃഖകരമായ അവസ്ഥയിൽ നെഹമ്യാവ് താല്പര്യമില്ലാത്തവനല്ലായിരുന്നു. അവനൊരു വിമർശന ബുദ്ധിയോടെയല്ല ആ അവസ്ഥയെ കണ്ടത്. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇതൊക്കെ ഈ മനുഷ്യരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്, അവർക്ക് വേണമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ ജനത്തിൻ്റെ ആ അവസ്ഥയിൽ നെഹമ്യാവ് കരുതലുള്ളവനായിരുന്നു. എസ്രായുടെ പുസ്തകത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരനുഭവമാകുന്നു നാം കാണുന്നത്. ജനങ്ങളുടെ അവസ്ഥയിൽ എസ്രായുടെ പ്രതികരണം താങ്കൾ ഓർക്കുന്നില്ലേ? അവനൊരു പുരോഹിതനായിരുന്നു. അവനും വളരെ താല്പര്യത്തോടെ പ്രവർത്തിച്ചു. ഇപ്പോൾ ഇവിടെ ഇതാ ഒരു ആത്മായൻ, അതും അവൻ ജനങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്. ഇന്ന് ക്രിസ്തുവിൻ്റെ കാര്യം ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിമർശിക്കുകയും താല്പര്യമുണ്ട് എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നവർക്ക് വാസ്തവത്തിൽ കരുതലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. താങ്കൾ വിമർശിക്കുന്ന കാര്യം താങ്കളുടെ ഹൃദയത്തെ തകർക്കുന്നതല്ല എങ്കിൽ അത് നിർത്തുക. ഇന്ന് വളരെയേറെ സംസാരമുണ്ട്, കണ്ണുനീർ ആവശ്യത്തിനില്ല. ദൂത് താങ്കളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വേദനയ്ക്ക് കാരണമാകുന്നില്ല എങ്കിൽ താങ്കൾ ദൈവത്തിൻ്റെ ദൂതുവാഹകനല്ല. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, എനിക്ക് ആരോടൊക്കെയോ നീരസമുള്ളതുപോലെയും ദേഷ്യമുള്ളതുപോലെയും ആകുന്നു സംസാരിക്കുന്നതെന്ന്. ആരോടും വ്യക്തിപരമായ ഒരു വിരോധവുമില്ല കേട്ടോ. എന്നാൽ ക്രിസ്തുവിൻ്റെ കാര്യം ആപത്തിലേക്ക് നയിക്കുന്നതായ ആളുകളോട് നീരസമുണ്ട്. അതിനെയാണ് വിമർശിക്കുന്നത്. ഇന്ന് പലർക്കും വിമർശിക്കുന്നത് ഒരു രസമായി തീർന്നിരിക്കുന്നു. വിമർശിക്കുന്നത് കേട്ടാൽ ആളുകൾക്കൊരു വിനോദവുമാകുമല്ലോ. പ്രസംഗങ്ങളിൽ എല്ലായിടത്തും ഇത് വളരെയാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം നാം വിമർശനത്തിലൂടെ മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. എനിക്ക് അവനെപ്പോലെ ഒരു അവസരം കിട്ടിയാൽ ഞാനും അതുതന്നെ ചെയ്യുമെങ്കിൽ എൻ്റെ ഇന്നത്തെ വിമർശനം വളരെ മോശമായൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ നാം ഹൃദയം പൊട്ടി കരയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ മാത്രമേ പരസ്യമായി നാം വിമർശിക്കുവാനായിട്ട് എടുക്കാവൂ. നാം ആരെയെങ്കിലും വിമർശിക്കുന്നതിന് മുൻപ് അവരിൽ നാം കാണുന്ന കുറവ് നമ്മുടെ ഉള്ളിൽ അവരുടെ നന്മയ്ക്കായി ഒരു ഭാരമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം.